ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നിന്റെ പേര്? പുഷ്കല. എന്താ ചിരിക്കുന്നേ? അല്ല, ഈ തേങ്ങാക്കൊല വാഴക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പുഷ്കല ആദ്യമായിട്ടാ കേൾക്കുന്നത്. എടാ, സീതാദേവിയുടെ പര്യായമാണ് പത്മാവതി മാഡം. അവരുടെ ജീവിതം തകർത്ത അമ്പിയയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഇടിവാളായിരിക്കും. ഇടിവാള്, അതിലൊരു സംശയം വേണ്ട. അച്ഛാ, ഇത് ഞാൻ എങ്ങനെ പ്രതികൂട് പറഞ്ഞ് മനസ്സിലാക്കും? പറയണം. സത്യ ആ കുട്ടി അറിയണം. പ്രതീകമോള് പ്രതാപവർമ്മ സാറിന്റെ മകള് തന്നെയാ. നിങ്ങള് പത്മാവതി മാഡത്തിന്റെ ബാക്കിയുള്ള ജീവിതം കൂടി തകർക്കരുത്. അമ്മയെ അവിശ്വസിക്കരുതെന്ന് നീ അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ചെല്ല്. ഡിയർ മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരോടും കൂടി എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എനിക്കുണ്ടായ ഒരു സന്തോഷത്തിന്റെ പേരിലാ ഇന്ന് നമ്മുടെ വിമൻസ് ക്ലബിൽ ഞാൻ ഈ പാർട്ടിയും ആഘോഷവും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വെൽക്കം ഓൾ മെമ്പേഴ്സ്. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്കിന്നൊരു ചീഫ് ഗസ്റ്റ് ഉണ്ട്. പ്രശസ്തയും പ്രഗത്ഭയും പ്രസിദ്ധ കൈകൊട്ടിക്കളി ആശാട്ടിയുമായ ശ്രീമതി കൊച്ചമണിയെ ഈ വിമൻസ് ക്ലബിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവമേ, ഈ തള്ളയാണോ ചീഫ് ഗസ്റ്റ്? എന്നെ നാണം കെടുത്തുമല്ലോ ഈശ്വര. കൊച്ചമ്മിണി എന്ന എന്റെ പേര് മാറ്റിയ വിവരം അമ്പിയെ അറിഞ്ഞില്ലേ? ഇല്ല. അല്ല, എന്താ പുതിയ പേര്? സെമന്താര. ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ടേ. കൊച്ചമണി അമ്മൂമ്മയുടെ പേര് മാറ്റിയിരിക്കുന്നു. പുതിയ പേര് സെവൻ താര. ഞാൻ അമ്മൂമ്മയൊന്നുമല്ല, എനിക്കത്ര പ്രായവും ആയിട്ടില്ല. ഒരു വാദപ്പനി വന്ന് പ്രായം കൂടിപ്പോയതാ. ദൈവമേ, ഇവര് നാണം കെടുത്തി വലിച്ചു കീറി എന്നെ ഭിത്തിയിലൊട്ടിക്കേ ഉള്ളൂ. സെവൻ താരയുടെ വക വല്ല സ്പെഷ്യൽ പ്രോഗ്രാമും ഉണ്ടാവോ? ഉണ്ടാകും. അത് ഏറ്റവും ഒടുവിൽ അമ്മണി അമ്മയുടെ ഒരു കൈകൊട്ടിക്കളി. അല്ലേ? ഇവളുമാരെല്ലാം ഈ ക്ലബിലുള്ളതാണോ? അതെ. അല്ല, എല്ലാവളുമാരൊക്കെ കെട്ടിയവന്മാരുണ്ടോ? ഉണ്ട്. അവന്മാരുടെയൊക്കെ ഒരു കാലക്കേട്. യവളന്മാരുടെയൊക്കെ അടി കൊണ്ട് അവന്മാര് പൊളയുകയായിരിക്കും. അല്ലംബികേ, ചോദിക്കണമെന്ന് ഞാൻ ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുകയാണ്. പക്ഷെ വിട്ടുപോയി. അംബികയുടെ ഭർത്താവ് എവിടെയാ? അയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടോ? അതൊക്കെ പിന്നെ പറയാം. അലവലാതിയായിരിക്കും. എന്തായാലും ഈ കുരുപൂത്തിയുടെ തന്തയല്ലേ ഇവനോ തലതെറിച്ചത്. പിന്നെ അവന്റെ അപ്പൻ എന്തായിരിക്കും? ഇവർക്കിട്ട് ഇപ്പൊ തന്നെ ഒരു പണി കൊടുക്കണം. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചീഫ് ഗസ്റ്റ്
സെവൻതാര എന്ന് പേര് മാറ്റിയ കൊച്ചമ്മണി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ദൈവമേ, 10 പൈസയുടെ വിവരമില്ലാത്ത 5 പൈസയുടെ കുറവുള്ള ഇവര് പ്രസംഗിച്ച് കോളാക്കുമല്ലോ ഈശ്വര. ദാ. ഓ, ഓ. പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്വാഗതം. എടീന്ന് വിളിക്കുന്ന ഭർത്താക്കന്മാരെ വാടാ പോടാന്ന് തിരിച്ചു വിളിക്കുന്ന ഭാര്യമാരായിരിക്കണം. സ്ത്രീകൾ പ്രസവിക്കുകയും കഷ്ടപ്പെടുന്നവരുമായതുകൊണ്ട് സ്ത്രീകളായിരിക്കണം പുരുഷന്മാരെക്കാൾ വലിയവര്. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ പേരിൽ അറിയപ്പെടണം. എന്താ പേര്? വനജ. ഭർത്താവിന്റെ പേര്? പ്രസന്നൻ. പ്രസന്ന. അവൻ ഇന്ന് മുതൽ പേര് വേണ്ട. അവൻ വനജയുടെ ഭർത്താവ് എന്ന പേരിൽ അറിഞ്ഞാൽ മതി. ഈ മഹത്തായ സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് സെവന്താരമ്മേ. എന്താ നിന്റെ പേര്? പുഷ്കല. എന്താ ചിരിക്കുന്നേ? അല്ല, ഈ തേങ്ങാക്കൊല വാഴക്കൊല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പുഷ്കല ആദ്യമായിട്ടാ കേൾക്കുന്നത്. ആക്കിയതാണല്ലേ? അയ്യോ, അല്ലല്ല. ഡിയർ ഫ്രണ്ട്സ്, നമുക്കിനി ഭക്ഷണം കഴിക്കാം. ഈ ആഘോഷത്തിന്റെ ഒടുവിലത്തെ പ്രോഗ്രാം എന്ന നിലയ്ക്ക് അമ്മണി അമ്മയുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരിക്കും. പാർട്ടിയല്ലേ, ഓരോന്ന് വീശിയാലോ? വീശികളെ വീശുന്നതൊക്കെ കൊള്ളാം. നീ വീശിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ പ്രിയ കവള മടലെടുത്തിട്ട് നിനക്കിട്ട് വീശും. ആ വീശാണോ ഈ വീശാണോ നല്ലത്? ആ വീശും വേണ്ട, ഈ വീശും വേണ്ട. അംബിക, തലപൊക്കാത്ത പണിയാ കൃതിയൊക്കെ ഇട്ട് കിട്ടിയത്. ഇനി അവള് തല പൊക്കില്ല. അവനെ അവളെ ഞാൻ ഇല്ലാതാക്കും. ആ കഥയെ ഞാനായിട്ട് അവസാനിപ്പിക്കും. അല്ല അംബികേ, ആ രുക്മിണി വീട്ടിൽ കയറി കിടന്ന് നിരങ്ങുന്നുണ്ടല്ലോ. അംബിക പറഞ്ഞിട്ടാണോ അവള് വീട്ടിൽ കയറി കിടന്ന് നിരങ്ങുന്നത്?